2 പതിറ്റാണ്ടുകൾക്ക് ശേഷം കൊല്ലങ്കോട് ബസ് സ്റ്റാൻഡിന് പുതുജീവൻ. ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ കയറി തുടങ്ങി. കൊല്ലങ്കോട് നിന്ന് ചിറ്റൂർ, കൊടുവായൂർ, പാലക്കാട് തുടങ്ങി പ്രധാന നഗരങ്ങളിലേക്കും സർവീസ് നടത്തുന്ന ബസ്സുകൾ കൊല്ലങ്കോട് ബസ് സ്റ്റാൻഡിൽ കയറിയ ശേഷമാണ് യാത്ര തുടരുന്നത്. ഗോവിന്ദാപുരം, തൃശൂർ റൂട്ടിലോടുന്ന ബസ്സുകളും സ്റ്റാൻഡിൽ കയറി തുടങ്ങിയിട്ടുണ്ട്. ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണ് എല്ലാ ബസ്സുകളും സ്റ്റാൻഡിൽ കയറി തുടങ്ങിയത്. ദിനംപ്രതി 200-ലധികം ബസ്സുകൾ വന്നുപോകുന്ന കൊല്ലങ്കോട് ടൗണിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാനായി 2005-ൽ നിർമ്മാണം പൂർത്തിയാക്കി 2007-ൽ തുറന്നു നൽകിയതാണ് ബസ് സ്റ്റാൻഡ്. ലക്ഷങ്ങൾ വകയിരുത്തി ബസ് സ്റ്റാൻഡ് നിർമ്മിച്ചിട്ടും ബസ്സുകൾ സ്റ്റാൻഡിൽ കയറാതെ കൊല്ലങ്കോട് ടൗണിൽ തന്നെ നിർത്തിയിടുന്നത് ഗതാഗതക്കുരുക്കിന് കാരണമായിരുന്നു. കുരുക്ക് വർദ്ധിക്കുമ്പോഴും ബസ് സ്റ്റാൻഡ് നോക്കുകുത്തിയായി തുടരുകയായിരുന്നു. ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണ് ഇപ്പോൾ എല്ലാ ബസ്സുകളും സ്റ്റാൻഡിൽ കയറി തുടങ്ങിയത്. കൊല്ലങ്കോട് നിന്ന് ചിറ്റൂർ, കൊടുവായൂർ, പാലക്കാട് തുടങ്ങി പല പ്രധാന നഗരങ്ങളിലേക്ക് സർവീസ് നടത്തുന്ന ബസ്സുകൾ കൊല്ലങ്കോട് ബസ് സ്റ്റാൻഡിൽ കയറിയ ശേഷമാണ് യാത്ര തുടരുന്നത്. ഗോവിന്ദാപുരം, തൃശൂർ റൂട്ടിലോടുന്ന ബസ്സുകളും സ്റ്റാൻഡിൽ കയറി തുടങ്ങിയിട്ടുണ്ട്. പോലീസ് പരിശോധനയ്ക്കിടെ പിടിച്ചെടുക്കുന്ന വാഹനങ്ങൾ നിർത്തിയിടുന്നത് ബസ് സ്റ്റാൻഡിലായിരുന്നു. ഇങ്ങനെ നിർത്തിയിട്ട വാഹനങ്ങൾ നീക്കം ചെയ്യാൻ ഉടൻ നടപടിയുണ്ടാകും. ബസ്സുകൾ കയറാതെ ശൂന്യമായി കിടന്ന ബസ് സ്റ്റാൻഡ് സ്വകാര്യ വാഹനങ്ങൾ കൈയടക്കിയിരുന്നു. ഇപ്പോഴും നിരവധി സ്വകാര്യ വാഹനങ്ങൾ ബസ് സ്റ്റാൻഡിൽ കയറിയിറങ്ങുന്നുണ്ടെന്നും ഇത് അപകടങ്ങൾക്ക് വഴിവെക്കുമെന്നും വാർഡ് മെമ്പർ PK ജയൻ പറഞ്ഞു. സ്വകാര്യ വാഹനങ്ങൾ സ്റ്റാൻഡിൽ കയറണ്ട എന്നല്ല, ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ചെയ്യുന്നതിന് വളരെ അഭിപ്രായങ്ങളൊന്നുമില്ല. എന്നിരുന്നാലും നമ്മളിപ്പോൾ 120ഓളം വണ്ടികളിപ്പോൾ കയറി വരുന്നത്, അവർക്കൊരു മാർഗ്ഗ തടസ്സം ഉണ്ടാക്കണ്ട എന്നുള്ളത് മാത്രമേ പറയുള്ളൂ. വളരെ വ്യക്തമായി തന്നെ പഞ്ചായത്തിൽ ഇതിൽ ഇടപെട്ടിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ന് തന്നെ രാവിലെ സെക്രട്ടറി ഞാനും കൂടി എല്ലാ കാര്യങ്ങളും ഒന്ന് നിരീക്ഷിച്ചിട്ട് പോയതാണ്. പിന്നെ നമ്മുടെ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങൾ അതിന് വൃത്തിഹീനമായിട്ട് കിടക്കുന്നതിൻ്റെ അവസ്ഥ കണ്ടിട്ട് അതിനെല്ലാം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താണെങ്കിലും ആ നല്ലൊരു സഹകരണവും നല്ല അഭിപ്രായങ്ങളും വന്നതിൽ എല്ലാവർക്കും, നമ്മുടെ കൊല്ലങ്കോട്ടിലുള്ള എല്ലാ ജനങ്ങൾക്കും നല്ലൊരു നന്ദി രേഖപ്പെടുത്തുകയാണ്. സ്റ്റാൻഡിൽ ബസ്സുകൾ കയറി തുടങ്ങിയതോടെ സ്റ്റാൻഡിലെ സാമൂഹിക വിരുദ്ധരുടെ ശല്യം ഒരു പരിധിവരെ കുറയുമെന്നാണ് യാത്രക്കാരുടെ പ്രതീക്ഷ. 16 കടമുറികളുള്ള ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിൽ ഇനി വ്യാപാരവും സജീവമാകും. UTV ന്യൂസ്, പാലക്കാട്.